Hi friends, good morning. It's me Simon Varghese. It's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcome to you all. Have a nice day. നല്ല മഴയാണ്. നടക്കാൻ വന്നപ്പം സാറിന് പ്രാർത്ഥിക്കും കുരിശടി അടുത്ത് എൻ്റെ കാറ് കിടക്കുന്നു. നടന്നിട്ട് വന്നതാ. ഒന്ന് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇപ്പം ഈ കുരിശുപള്ളിയുടെ ചാർത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇൻകംപ്ലീറ്റ് ആയിപ്പോയി, വാണ്ട് ഓഫ് സ്പേസ് ഇൻകംപ്ലീറ്റ് ആയിപ്പോയി. ഞാൻ എൻ്റെ ആവേശം കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ബാക്കി പറയണം കേട്ടോ. അതായത് സ്വാമിനാഥൻ കമ്മീഷൻ നമ്മുടെ ഭൂമിയെപ്പറ്റി പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ അകത്ത് പറയുന്നത് പ്രകാരം കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട. അപ്പോൾ അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ ചർച്ച കാണുന്ന അവസാനം വേണ്ടത്ര പരിഗണന അതിന് കിട്ടിയോ എന്ന് സംശയമുണ്ട്. എന്നിരുന്നാലും നമുക്ക് പറഞ്ഞു വച്ചിരിക്കുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം പലപ്പോഴും നമ്മളെല്ലാം തൊലിപ്പുറത്ത് ചികിത്സിക്കുന്നവരാണ് അല്ലേ. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറയുന്നു പുഴയിലെ മണ്ണ് നീക്കം ചെയ്യാത്തതാണ് പ്രശ്നം, തോട്ടിലെ മണ്ണ് നീക്കം ചെയ്യാത്തതാണ് പ്രശ്നം. അതും പ്രശ്നങ്ങളിൽ ഒന്നായിരിക്കാം, ശരിയാ. അത് നീക്കം ചെയ്യണം, അത് ലേലം ചെയ്ത് ആ മണ്ണും മണലും ഒക്കെ വിൽക്കണം. അത് ഖജനാവിനെ കുറേ ശക്തിപ്പെടുത്തും, നമുക്ക് വികസനത്തിന് കുറേ പണം കിട്ടും, സത്യ. പക്ഷേ അതുമാത്രമല്ല പ്രശ്നം. ഈ നമ്മുടെ നാട്ടിലെ മഴ, അതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എല്ലാ വർഷവും ആവർത്തിക്കപ്പെടും. കാരണം താപം കൂടി ധാരാളം നീരാവി ഉണ്ടാകുന്നു. അത് നമ്മുടെ സാനുക്കളിൽ തട്ടി കേരളത്തിൻ്റെ മുകളിൽ തന്നെ നിൽക്കുക. അത് പെയ്യും, മേഘസ്ഫോടനമായും ലഘുവും വലുതുമായ മഴയായിട്ടും പെയ്യും. അപ്പം അതിനെ തടയണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഈ കേരളത്തിന് ഉള്ള ചൂട് കുറയ്ക്കാൻ ശ്രമിക്കുക. ആഗോളതാപനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നത്. ഇന്ത്യയും ശ്രമിക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം 16 സംസ്ഥാനത്ത് മഴക്കെടുതി ഉണ്ടായി, തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇന്ത്യ ആസ് എ ഹോൾ we must do something positively for protecting our nature. ധാരാളം വനങ്ങൾ വെച്ചു. പണ്ടിതൊക്കെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ആശാന്മാരൊക്കെ വെട്ടിക്കൊണ്ട് പോയി. എല്ലായിടത്തും വീടുകളൊക്കെ വെച്ചു. വീടൊക്കെ വേണം, പക്ഷേ പ്രകൃതിയും വേണം അല്ലേ. മണ്ണെടുപ്പ് എന്തായാലും അത്യാവശ്യ സന്ദർഭങ്ങൾ ഒഴികെ അനുവദിക്കാൻ പാടില്ല. കോട്ടയം പ്രദേശത്ത് മണ്ണ് കൊണ്ട് ആലപ്പുഴ മണലിനകത്തിട്ട് കൃഷി ചെയ്യുന്ന സ്ഥിതി, നല്ല കൃഷി ഉണ്ടാകും, പക്ഷേ ഇവിടുത്തെ സ്ഥിതി നല്ലത്. അതുകൊണ്ട് മണ്ണെടുപ്പ് അടിയന്തരമായി തടയണം, അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒഴികെ. അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം, ഭൂമിയെ സ്നേഹിക്കണം, സംരക്ഷിക്കണം. അല്ലാതെ രക്ഷയില്ല. എല്ലാ വർഷവും വരും, ഏറിയും കൂറിയും വരും. അതിൻ്റെ പ്രതിഷേധം ശക്തമായി പ്രകടിപ്പിക്കും. അത് ഇല്ലാതാകത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കണം, ഭൂമിയെ സ്നേഹിക്കണം, ഭൂമിയെ നമ്മൾ കൂടെ കൂട്ടണം. എങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സ്വസ്ഥമായൊരു ജീവിതം കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും തൊലിപ്പുറത്തെ ചികിത്സ പോലെ നമുക്ക് മണൽ കുറച്ച് വാരി വിൽക്കാം, ഡാമുകളുടെ ആഴം കൂട്ടാം, കായലിൻ്റെ ആഴം കൂട്ടാം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ ഭൂമിയെ സ്നേഹിക്കാനും ധാരാളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാനും ഒരു മത്സരത്തോടുകൂടി നമ്മൾ മുമ്പോട്ട് വന്നില്ലെങ്കിൽ വലിയ വലിയ മാളികയൊക്കെ പണിയാം, പക്ഷേ അതിനകത്ത് മുഴുവൻ വെള്ളവും ചെളിയും വർഷത്തിൽ 1-2 പ്രാവശ്യം കയറും. അത് ഓർത്തുകൊള്ളുക. മലയാളികളായ നമ്മൾ വേണം മോഡൽ ആകാൻ. ഇന്ത്യക്കാകെ മോഡലായിക്കൊണ്ട്, കേരളത്തിനാകെ മോഡലായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഭൂമിയിൽ ധാരാളം ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാം. കെട്ടിടങ്ങൾ പരത്തി പണിയാതെ മുകളിലോട്ട് പണിയുക, അത് നല്ലതായിരിക്കും. ഫ്ലാറ്റുകളൊക്കെ പണിത് ശീലിക്കുക, അങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കുക. എന്തായാലും നമുക്ക്
നമ്മുടെ നാടിനെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് ബോധ്യപ്പെട്ട് ജീവിക്കണം നാം ഓരോരുത്തരും. വണ്ടിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നാടിനെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. എന്തെങ്കിലും ആരെയും കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നാം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പം പ്രകൃതി 1 തന്നു 2 തന്നു. നമ്മൾ പഠിക്കത്തില്ലെങ്കിൽ ഇനി അത് എല്ലാ വർഷവും വരും. ഈ സഹ്യസാനുക്കളിൽ തട്ടി നിൽക്കുന്ന കാർമേഘം പെയ്താൽ ചെറുതും വലുതുമായ മഴ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് ഞാൻ പറഞ്ഞതല്ല, ആ മേഖലയുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ. നമ്മൾ അറിവും പ്രാപ്തിയുള്ളവർ പറഞ്ഞാൽ നമ്മൾ ആദ്യം കേൾക്കുകയില്ല. അവസാനം ഗതികേട് വരുമ്പം രാഷ്ട്രീയക്കാർ മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുള്ളൂ. എന്തായാലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഈ വിഷയം ഏറ്റെടുക്കണം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്ക സഭ പോപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ചെടികളും വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കണം നിർബന്ധമായും പറയുകയും അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ അത് നിർബന്ധമായി നടപ്പാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ ബാധ്യതയായി മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് മുന്നോട്ട് വരികയും ചെയ്തു. അത് കേരളമാകെ പടരണം. കേരളമാകെ എന്ത് ചെയ്താലും അത് ഇന്ത്യ മുഴുവൻ പടരും. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് രക്ഷപ്പെടാൻ പറ്റും, ഡൽഹിക്ക് ഈ കേരളത്തിലേക്കാൾ എത്രയോ മോശം സ്ഥിതി അത് ഡൽഹിയിലുള്ളതെന്നറിയാം. അവിടെ വായു പോലും പൊള്യൂട്ടഡാണ്. ഇനി ജോലി കഴിഞ്ഞ് പോകുമ്പോൾ 10 ലിറ്റർ ഓക്സിജൻ മേടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥിതിയാണ്. അപ്പോൾ ദയവായി നമുക്ക് ഒന്ന് ഉണർന്നെഴുന്നേൽക്കാം. അതുപോലെ തന്നെ നമ്മളന്ന് പറഞ്ഞിരുന്നു, ഓരോ പഞ്ചായത്തിലും ഓരോ കൺവെൻഷൻ സെൻറ്റർ. ഇത് 3 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുക. അത് നമുക്ക് PPP ചെയ്യാവുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് സിയാൽ മോഡലിൽ ചെയ്യാം. അതിൻ്റെ ലാഭം വീതിച്ചെടുക്കുമ്പോൾ ഗവൺമെൻറ് ലാഭം വേണ്ടെന്ന് വെക്കണ്ട, ഗവൺമെൻറ്റിന് ലാഭം എടുക്കാം. കാരണം കൺവെൻഷൻ സെൻറ്റർ ആകുമ്പോൾ അത് വാടകയ്ക്ക് കൊടുക്കാം. ഇപ്പം തന്നെ വലിയ കൊള്ളവാടകയില്ലാതെ കൊടുത്താൽ ധാരാളം ബുക്കിംഗ് കിട്ടും. ഇനി മഴക്കാലം ഇതുപോലെ വരുമ്പോൾ അട്രോസിറ്റീസ് വരുമ്പോൾ നമുക്ക് ആളുകളെ അവിടെ താമസിപ്പിക്കാം. നല്ല ടോയ്ലറ്റും യൂറോപ്യൻ ടോയ്ലറ്റും ഒക്കെ വെച്ച് അടിപൊളിയായിരിക്കും. 5 സ്റ്റാർ ഫെസിലിറ്റി ആയിരിക്കും. എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയാം, ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി അതിന് പ്രോജക്റ്റ് എടുക്കും. നമ്മുടെ ബിൽഡിങ്ങിലെല്ലാം ഫിറ്റിങ്സ് ആൻഡ് പവർ ആൻഡ് ഫിറ്റിങ്സ് എല്ലാം ടോപ്പായിരിക്കും എസ്റ്റിമേറ്റ് ഇടുന്നത്. അന്നത്തെ വലിയ കമ്പനിയൊക്കെ ഞാനിപ്പോഴും ഓർക്കുക. അവസാനം പണിത് കഴിയുമ്പോൾ ചെല്ലുമ്പം ലോക്കൽ സാധനമായിരിക്കും വെച്ചിരിക്കുന്നത്. അത് മീൻ ചെയ്യാനായിട്ട് അവർ കൈക്കൂലി കൊടുക്കുന്നത്. പലപ്പോഴും ഞാനിതെല്ലാം പൊളിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദുവെയറിൻ്റെ ടോയ്ലറ്റും വാഷ് ബേസിനും ഒക്കെ എഴുതിയിട്ട് തറ വെച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പൊളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് എന്ത് ദേഷ്യം, എന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു, എന്നെ വെട്ടുമെന്ന് പറയുന്നു, കൊല്ലുമെന്ന് പറയുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഇതിൽ എഴുതിയിരിക്കുന്നത് ചെയ്തുകൊണ്ട് വരാമെങ്കിൽ പൈസ തരാമെന്ന് പറയും. ഓരോ ഉദ്യോഗസ്ഥനും അത് ശ്രദ്ധിക്കണം. എസ്റ്റിമേറ്റിൽ സാറിന് ഹിന്ദുവെയർന്ന് വെക്കാൻ അന്ന് എന്തോ ആമാണ്ട് എഞ്ചിനീയർ പേരെഴുതിയുകൊണ്ട് എനിക്കത് പിടിക്കാം. ഹൈ ക്വാളിറ്റി ഫിറ്റിങ്സ് ആൻഡ് ഇലക്ട്രിക് ഫിറ്റിങ്സ് ആയാലും പ്ലംബിംഗ് ഫിറ്റിങ്സ് ആയാലും ഹൈ ക്വാളിറ്റി വെക്കാൻ നിർബന്ധിക്കും. കാരണം ഗവൺമെൻറ് കാര്യമാണ്. അവിടെ ഒരിക്കൽ കേട് വന്നാൽ നന്നാകണേ 6 മാസം എടുക്കും. പലതരത്തിലുള്ള അനുവാദങ്ങളൊക്കെ മേടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര അഴിമതി ഉണ്ടാകും. അപ്പം നല്ല സാധനം മേടിച്ചാലോ അതൊരു 4-5 വർഷം അല്ലെങ്കിൽ 10 വർഷം കിടക്കും. ഞാൻ എൻ്റെ വീഡിയോ ഹിന്ദുവെയറിൻ്റെ ടോയ്ലറ്റ് അതൊന്നും ഒരു കുഴപ്പമില്ല, ഇപ്പോഴും നിൽക്കുക. നമ്മൾ നമ്മുടെ വീടിനെ പോലെ നമ്മുടെ ഓഫീസും നമ്മളായിരിക്കുന്നതും നമ്മൾ ചിന്തിച്ച് തുടങ്ങണം. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളെല്ലാം ഭംഗിയാവും. ഓക്കെ, നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം, നമ്മുടെ നാടിനെ സ്നേഹിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ കൺവെൻഷൻ സെൻറ്റർ വരുമ്പം PPP എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പ്രോജക്റ്റ് എടുക്കാനായിട്ടേ ഗവൺമെൻറ് ഒരു 1 കോടി കൊടുത്താൽ, MLA 50 ലക്ഷം കൊടുത്താൽ, MP 1 കോടി കൊടുത്താൽ 2.5 കോടിയായി. മിനിമം നല്ല രീതിയിൽ കാർ പോർച്ചെല്ലാം ഇട്ട് പണിയണമെങ്കിൽ ഒരു 5 കോടി 6 കോടി രൂപ വേണ്ടി വരും. ചിലപ്പോൾ 10 കോടി വേണ്ടി വരും. അതെത്ര വരട്ടെ. അപ്പോൾ ആ ലോക്കലി പഞ്ചായത്തിലെ പ്രസിഡൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവർ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. PP നമ്മൾ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ സിയാൽ മോഡലിൽ
ഓരോന്നും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്നാണെന്നറിയോ? ഒരു കമ്മിറ്റി വരും. ഇൻവെസ്റ്റ് ചെയ്ത ജനങ്ങൾ അവർ 1000 രൂപയുടെ ഷെയർ ആയിരിക്കും എടുത്തിരിക്കുന്നത്. പക്ഷേ 1000 രൂപയ്ക്ക് അവന് വിലയുണ്ട്. ആ കമ്മിറ്റികൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം എന്നും വൃത്തിയായിട്ട് കിടക്കും. നല്ല നിലയിൽ എന്നും ഇത് മുമ്പോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ലാഭത്തിൽ നിന്ന് വേണം ഒരു തുക മാറ്റി വെച്ച് വരുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം, സർക്കാർ കൊടുക്കുന്ന മിതമായ ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഭക്ഷണം കൊടുക്കാനും കഴിയും. അപ്പം ധീഷണശാലികളായ നേതാക്കന്മാർ ഉണർന്നു വരട്ടെ. അങ്ങനെ ചെയ്യണം. അപ്പോൾ അത് മുനിസിപ്പാലിറ്റിയിലൊക്കെ ആയി പഞ്ചായത്തിലായി കഴിയുമ്പം വലിയൊരു സ്കൂളൊക്കെ ഇങ്ങനെ അടച്ചിടേണ്ടി വരികയില്ല. സ്കൂളെ അടച്ചിടേണ്ടി വരികയില്ല. നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് അല്ലേ, കൂടിയ 5 അല്ലെ 10 ദിവസം, ഇപ്രാവശ്യം 10 ദിവസം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ 10 ദിവസം അവിടെ സുഖമായിട്ട് ജീവിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് അവിടെ റൂംസൊക്കെ ഉണ്ടായിരിക്കണം. ഏറ്റവും ഗ്രൗണ്ട് ലെവൽ കാർ പാർക്കിംഗ് വേണം. ഒരു നില ഫ്ലാറ്റിലൊക്കെ പോലെ 1 നില 2 നില താഴോട്ട് കാർ പാർക്കിംഗ് ആക്കിയാലും കുഴപ്പമില്ല. മുകളിൽ ഫസ്റ്റ് ഫ്ലോർ തൊട്ട് മുകളിലോട്ട് 2 നില. ഫസ്റ്റ് ഫ്ലോറിൽ ഹാളും ഈ കൺവെൻഷൻ സെൻറ്റർ, അതിൻ്റെ ടോപ്പിൽ ലിഫ്റ്റൊക്കെ വേണം. ടോപ്പിൽ നമുക്ക് മുറികൾ വേണം, ധാരാളം മുറികൾ. അത് വലിയ വലിയ സെൻറ്റർ ആണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം ടൂറിസ്റ്റുകൾക്കൊക്കെ. ഡോർമിറ്ററികൾ വേണം. അങ്ങനെ പ്ലാൻ ചെയ്ത് നല്ല ആർക്കിടെക്റ്റിനെ കൊണ്ട്, ഗവൺമെൻറ്റിലെ എഞ്ചിനീയർമാർ മോശമെന്നല്ല, പക്ഷെ അവരെപ്പോഴും ഒരു പഴഞ്ഞ രീതിയാണ് മനസ്സിൽ കിടക്കുന്നത്. ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം, ഭിത്തികൾ കനമുള്ളതായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ പുതിയ പിള്ളേർ സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഉഗ്രൻ ആർക്കിടെക്റ്റ്. കോമ്പറ്റീറ്റീവ് കൊട്ടേഷൻ വിളിച്ചിട്ട് അത് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരിലും ചർച്ച ചെയ്ത് പാസ്സാക്കി അങ്ങനെ പണിയാണ്. അപ്പോൾ സിയാൽ മോഡലിൽ 10,000 സ്ഥാപനങ്ങൾ വരട്ടെ. നമുക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും. ഈ മഴയും വെള്ളവും വരുന്ന കുറച്ച് ജില്ലകളേ ഉള്ളൂ. അവിടെ ഉള്ളത് ഇങ്ങനെ പോകും. ബാക്കിയുള്ളിടത്ത് സുഖമായിട്ട് വർക്ക് പോകും. അത് നന്നായിട്ട് അതൊരു ബിസിനസ്സാകും. അപ്പോൾ അതിൻ്റെ ലാഭവിഹിതത്തിൽ പഞ്ചായത്ത് 1 കോടി വെക്കാൻ അവർക്കും വീതം കിട്ടും. ഗവൺമെൻറ്റും വീതം മേടിക്കണം. ഗവൺമെൻറ്റുകൾ പൊതുവെ ലാഭവിഹിതം കൈപ്പറ്റാറില്ല. അങ്ങനെയല്ല, കൈപ്പറ്റണം. ഖജനാവിനെ ശക്തിപ്പെടുത്തണം. 1000 കൺവെൻഷൻ സെൻറ്ററിൽ നിന്ന് ഒരു മാസം 10,000 രൂപ കിട്ടുമല്ലോ. എത്ര വരും അത്? ആ പഞ്ചായത്തിനും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതിലെ മെമ്പർമാർക്കും കിട്ടുമല്ലോ. സിയാലിൽ ലാഭവിഹിതം കണ്ടില്ലേ, എത്ര ഭയങ്കര ഉന്നതമാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ നാടിനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാം. ഓരോന്നും നമുക്കൊരു പാഠമായിരിക്കണം. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കവും ഈ വെള്ളക്കെട്ടും നമുക്കൊരു പാഠമായിരിക്കണം. നാം മടിച്ചിരിക്കാൻ പാടില്ല. നമ്മൾ മലയാളികൾക്കൊരു അഹങ്കാരമുണ്ട്. അത് നല്ല അഹങ്കാരമാണ്. നമ്മൾ നല്ല വിദ്യാസമ്പന്നരാണ്. നമ്മൾ 2 നേരം കുളിക്കുന്നവരാണ്, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നവരാണ്. ഞാൻ തന്നെ മെച്ചപ്പെട്ട